നമസ്കാരം. തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബയ്ക്കൊപ്പം 40-ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ലഭിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യാൻ സ്കീമിലൂടെ പണിക്കൂലിയില്ലാതെയും പണിക്കൂലിയിൽ കിഴിവുകളോടെയും രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും 9084 നിങ്ങളുടെ ഇഷ്ട സ്വർണ്ണമണിയാം ഇഷ്ടം പോലെ. തിരൂരങ്ങാടി സ്പോർട്സ് അക്കാദമിക്ക് കീഴിൽ തിരൂരങ്ങാടി പ്രദേശത്തു നിന്നും മികച്ച ഫുട്ബോൾ താരങ്ങളെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ തുടങ്ങുന്ന ഫുട്ബോൾ അക്കാദമി മെയ് ആദ്യവാരത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അണ്ടർ 14, അണ്ടർ 12, അണ്ടർ 10 എന്നീ വിഭാഗങ്ങളിലായി നടക്കുന്ന ഫുട്ബോൾ അക്കാദമിക്ക് മുൻ സന്തോഷ് ട്രോഫി താരവും കോച്ചുമായ ഉസ്മാൻ, മുൻ മലപ്പുറം ജില്ലാ കോച്ച് ഡോക്ടർ മുഹമ്മദ് അലി മൂന്നിയൂർ എന്നിവർ നേതൃത്വം നൽകുമെന്നും അവർ പറഞ്ഞു. തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റി പരിധിയിൽ താമസിക്കുന്ന 2011 ജനുവരി 1 ശേഷം ജനിച്ചവരും 2016 ഡിസംബർ 31 മുൻപ് ജനിച്ചവരുമായ ആൺകുട്ടികളെയാണ് കോച്ചിംഗ് ക്യാമ്പിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. ഏപ്രിൽ 28 ഞായറാഴ്ച രാവിലെ 7 മണിക്ക് തിരൂരങ്ങാടി ഹൈസ്കൂൾ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ട്രയൽസിൽ പങ്കെടുക്കുന്ന കുട്ടികൾ വിലാസം, പ്രായം എന്നിവ തെളിയിക്കുന്ന ആധാർ കാർഡും കിറ്റുമായി രക്ഷിതാക്കൾക്കൊപ്പം എത്തണമെന്നും ഭാരവാഹികൾ പറഞ്ഞു. 3 സെക്ഷനിലായിട്ട് ഡിവിഷനിലായിട്ടാണ് കോച്ചിങ് ക്യാമ്പ് നടത്തുന്നത്. 120 കുട്ടികളാണ് 40 എന്ന രീതിയിൽ കുട്ടികളെ സെലക്ട് ചെയ്യുകയും അവർ ഫുട്ബോളുമായിട്ടുള്ള ബന്ധം, അവരെ അഭിരുചി ഒക്കെ നോക്കിയിട്ട് നല്ല കോച്ചുമാർ, സർട്ടിഫൈഡ് കോച്ചുമാർ, പ്രത്യേകിച്ചും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്പോർട്സ് വിഭാഗം മേധാവി ഡോക്ടർ സക്കീർ ഹുസൈൻ, ഡോക്ടർ മുഹമ്മദ് അലി മൂന്നിയൂർ, കേരളത്തെ 10 വർഷം കേരള ഫുട്ബോൾ ടീമിൽ സന്തോഷ് ട്രോഫിയിൽ കളിച്ച പി ഉസ്മാൻ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ സെലക്ഷൻ നടക്കാൻ പോകുന്നത്. അത് നടന്നു കഴിഞ്ഞാൽ പിന്നെ തുടർച്ചയായി ആഴ്ചയിൽ 6 ദിവസം കുട്ടികൾക്കുള്ള കോച്ചിങ് ക്യാമ്പാണ്. അത് സ്കൂൾ തുടർന്നാലും അത് തുടർന്നുകൊണ്ടേ പോകണമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഞങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യം ഫുട്ബോൾ രംഗത്ത് 5 വർഷത്തിനുള്ളിൽ കേരളം അറിയുന്ന, ഇന്ത്യ അറിയുന്ന പുതിയ ഫുട്ബോൾ പ്രതിഭകളെ കണ്ടെത്തുക എന്നതാണ്. ഏതായാലും തിരങ്ങാടി സ്പോർട്സ് അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞ നവംബർ ഡിസംബറിൽ നടന്ന ഫുട്ബോൾ മേള. അപ്പോൾ TSA ഭയങ്കരമായിട്ട് താല്പര്യപ്പെടുന്നത് ഫുട്ബോളിലൂടെ ലഭിച്ച പണം പ്രാദേശിക ഫുട്ബോൾ കളിക്കാരെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ആക്കുന്ന ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഫുട്ബോൾ അക്കാദമി രൂപീകരിക്കുന്നത്. അതിൽ അണ്ടർ 14 മുതൽ അണ്ടർ 8 വരെയുള്ള കുട്ടികളാണ് തൽക്കാലം. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഏജ് ഗ്രൂപ്പും ട്രെയിനിങ്ങും ഒന്നാണ്. കാരണം പല വയസ്സുള്ള കുട്ടികൾ ഒരു ഗ്രൂപ്പിൽ വരാൻ പറ്റില്ല ട്രെയിനിങ്, കാരണം യൂണിഫോം ട്രെയിനിങ്ങാണ്. അപ്പോൾ അണ്ടർ 14 അണ്ടർ 13 ഒരു ബാച്ചാണ്, 12 11 ഒരു ബാച്ചാണ്, 10 9 ഒരു ബാച്ചാണ്. അപ്പോൾ അവർക്ക് കൊടുക്കുന്ന ട്രെയിനിങ്ങും വ്യത്യാസമാണ്, അവർക്കുള്ള ബോൾ വരെ വ്യത്യാസമാണ്. നമ്മളിപ്പോൾ അക്കാദമിൻ്റെ ഭാഗമായിട്ട് 5ാം നമ്പർ ബോൾ വാങ്ങുന്നുണ്ട് സീനിയർ കുട്ടികൾ, 4ാം നമ്പർ ബോളും വേണം ചെറിയ കുട്ടി. അപ്പോൾ അത് ബോൾ അടക്കണം. പിന്നെ ഇത് ആധുനിക ഉപകരണങ്ങളൊക്കെ അതിന് ഉപയോഗിക്കാം. എക്യുപ്മെൻറ്റുകളൊക്കെ വലിയ വലിയ അക്കാദമികൾ ഉപയോഗിക്കുന്ന നിരവധി കോച്ചിങ് എക്യുപ്മെൻ്റ് സാന്നിധ്യത്തിൽ ബോളുമായിട്ടുള്ള അഭേദ്യമായ ഒരു ബന്ധം സ്ഥാപിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ളത്. പിന്നെ മത്സര പരിചയം, ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ സെലക്ഷൻ, സ്റ്റേറ്റ് ജില്ലാ ടീമിന് അവസരം കൊടുക്കുക. അക്കാദമികളിലൂടെ കുട്ടികൾ ഉയർന്ന് YSL വരെ നമ്മൾ ആശിക്കുന്നതിന് പോലത്തെ പ്ലെയർ പോയത് മലപ്പുറത്തു നിന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള അക്കാദമികളിലൂടെ കുട്ടികൾക്ക് ഉയർന്ന് പോകാനുള്ള അവസരം കൂടി കൊടുക്കണം. എന്നാൽ കുട്ടികൾക്ക് വീട്ടിൽ തന്നെ വന്ന് പരിശീലിച്ച് പോവുകയില്ല. ഇവിടുത്തെ ഒരു പ്രശ്നം വെച്ചാൽ പല അക്കാദമികളും കുട്ടികൾ എഡ്യൂക്കേഷൻ ഇല്ലാതായി പോകും, വിട്ടുപോയി കഴിഞ്ഞാൽ. അധ്യാപക രക്ഷിതാക്കളെ കൂടെ തന്നെ നിന്നുകൊണ്ട് കുട്ടികൾക്ക് ഫുട്ബോൾ പരിശീലനം വീട്ടുമുറ്റത്ത്, കയ്യകലത്ത് അന്താരാഷ്ട്ര പരിശീലനം, അതാണ് നമ്മുടെ ലക്ഷ്യമെന്ന്. വാർത്താ സമ്മേളനത്തിൽ TSA പ്രസിഡന്റ് സുബൈർ അരിമ്പ്ര, സെക്രട്ടറി മുനീർ കോർമത്ത്, ട്രഷറർ കലാം കാരാടൻ, ഫുട്ബോൾ കോച്ച് ഡോക്ടർ മുഹമ്മദ് അലി മൂന്നിയൂർ, ബഷീർ തയ്യിൽ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.